എല്ലാ ദൈവങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സംഭവങ്ങൾ നിറഞ്ഞ കഴിഞ്ഞ ഒരാഴ്ചവട്ടം വ്യക്തിപരമായി കുടുംബമായും സഭയായും നമ്മെ എല്ലാവരെയും ദൈവം സൂക്ഷിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നത് പോലെ നമ്മെ എല്ലാവരെയും ദൈവമായ കർത്താവ് ഭദ്രമായി സൂക്ഷിച്ചു. സമാധാനത്തോടും സന്തോഷത്തോടും ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ വീണ്ടും ഈ ആരാധനാലയത്തിൽ ഇന്ന് കടന്നു വന്ന ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ, ആരാധന കൊടുക്കുവാൻ നമ്മെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കാണ് സ്തോത്രം ചെയ്യുന്നത്. പരിശുദ്ധന്മാരെ യഹോവയ്ക്ക് കൊടുപ്പി, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുകയും. ദൈവം ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ആരാധന മനോഭാവമുണ്ട്. എല്ലായ്പ്പോഴും ഓർത്തോളം ഒരു ചിന്തകൻ പറയുന്നത്, എല്ലാവരിൽ നിന്നും ഒരേ നിലവാരമല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിന്റെ മക്കളോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തതകളുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവ ഭക്തന്മാരായിരിക്കുന്ന ചെറിയവരും അവിടെയുള്ള വേർതിരിവുണ്ട്. പിന്നെ പുതിയ ഒരു ഭാഗം വായിക്കുമ്പോഴുണ്ട്, ഈ അധികം ഇളച്ച് കിട്ടിയവരെന്നൊരു വാക്കുണ്ട്. അത് കുറച്ച് ഇളച്ച് കിട്ടിയവരുണ്ട്, ഒരു മീഡിയം പരുവത്തിന് ഇളച്ച് കിട്ടിയവരുണ്ട്, അധികം ഇളച്ച് കിട്ടിയവരുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു 70-75 ദൈവമക്കളുണ്ടെങ്കിൽ എല്ലാവരിൽ നിന്നും ഒരേ ആരാധനയല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മകൾ വ്യത്യസ്തമാണ്, ഉപകാരങ്ങൾ വ്യത്യസ്തമാണ്, അനുഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, എല്ലാവർക്കും വിദ്യാഭ്യാസം അല്ലല്ലോ, എല്ലാവർക്കും ഒരേ ആരോഗ്യമല്ലല്ലോ, എല്ലാവർക്കും സമ്പത്തിൽ ഒരേ നിലവാരമല്ലല്ലോ, എല്ലാവരും 3500 സ്ക്വയർ മീറ്റർ ഒറ്റ അളവിൽ ഒറ്റ ഷേപ്പിൽ അല്ലല്ലോ, എല്ലാവർക്കും ഒരേ വാഹനം അല്ലല്ലോ, എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് അല്ലല്ലോ, എല്ലാവരുടെയും മക്കൾക്ക് ഒറ്റ വിദ്യാഭ്യാസം അല്ലല്ലോ. അല്ല, ദൈവത്തിന് സ്തോത്രം. എത്ര കുടുംബമുണ്ടോ, 35-40 കുടുംബമുണ്ടോ, 70-80-100 പേരുണ്ടെങ്കിൽ എല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാവരും വ്യത്യസ്തരാണ്. പക്ഷെ ഓരോരുത്തർക്കും പറയുവാനായിട്ട് കഴിയും, ദൈവം ഞങ്ങൾക്ക് നല്ലവനാണ്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ആരാധനയുണ്ടെന്ന് നമ്മൾ എപ്പോഴും ഓർത്തോളൂ. ഈ ആരാധനാലയത്തിലേക്ക് നിങ്ങൾ കാല് വെച്ച് കയറുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇന്ന് ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ആരാധനയുണ്ട്. അതിന്റെ അടുത്തിരിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. എന്നിൽ നിന്ന്, എന്റെ ഹൃദയത്തിൽ നിന്ന്, എന്റെ അധരങ്ങളിൽ നിന്ന്, എന്റെ ശബ്ദത്തിലൂടെ, ദൈവം തന്നിരിക്കുന്ന എന്റെ ആരോഗ്യത്തിലൂടെ, എന്റെ പ്രാപ്തിയിലൂടെ, എന്റെ ആത്മീയ കാഴ്ചപ്പാടിലൂടെ ഞാൻ എന്റെ കർത്താവിന് കൊടുക്കേണ്ട ആരാധന സ്തുതിയായി, സ്തോത്രമായും മഹത്വമായി എന്നെ തന്നെ അർപ്പിക്കുമ്പോഴാണ് എത്രമാത്രം ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ ദൃഢത നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. അത് മറക്കാതെ നാം ദൈവസന്നിധിയിലായിരിക്കണം. കർത്താവ് എല്ലാവരെയും ജീവോത്സവമായിട്ട് വഴി നടത്തിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കും ഹൃദയാശ്വാസമായിരുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കുക. ഇന്ന് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. 3 വാക്യങ്ങളാണ് സങ്കീർത്തന പ്രബോധനമായിട്ട് എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് പ്രകാശനം നൽകിയത്. 17-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യം, 3 വാക്യങ്ങളിൽ നിന്ന് 3 ആശയങ്ങൾ പറഞ്ഞ് സമയത്തിന്റെ പരിധിയിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ആ വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. 17, 18, 19. ദൈവത്തിന്റെ ഭക്തന് കൊടുത്ത 3 വിധ വിടുതലുകളെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സങ്കീർത്തനം 94-ാം സങ്കീർത്തനം ചിന്തനീയമായ സങ്കീർത്തനമാണ്. എഴുത്തുകാരൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. എഴുതപ്പെട്ട ഒരു സാഹചര്യം ഒരു വേദപണ്ഡിതന്മാര് കൃത്യമായിട്ട് പറയുന്നില്ല. മറ്റു പല സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ട സാഹചര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ ഒരു വേദപണ്ഡിതന്മാരും ബൈബിൾ വ്യാഖ്യാനിക്കുന്നവരാരും കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ എന്നാൽ എല്ലാവരും ഒരേ വീക്ഷണത്തിലാണ് നിൽക്കുന്നത്. കഠിനമായ വേദനകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും എല്ലാം ഏതോ ഒരു സങ്കീർത്തനക്കാരൻ, ഒരുപക്ഷെ ദാവീദായിരിക്കാം, ചിലപ്പോൾ ആസാഫായിരിക്കാം, ചിലപ്പോൾ കോരഗോത്രന്മാരിൽ ഒരാളായിരിക്കാം. ഇവരൊക്കെയാണല്ലോ സങ്കീർത്തനങ്ങൾ കൂടുതലായിട്ട് എഴുതിയവർ. ദൈവത്തിന്റെ സ്തോത്രം. ഇവരിൽ ആരെങ്കിലും ഒരാൾ കഠിനമായ ശാരീരികവും മാനസികവുമായ മനോഭാരങ്ങളിലൂടെ കടന്നുപോയപ്പോൾ വിടിവിപ്പാൻ കഴിവുള്ള, രക്ഷിപ്പാൻ കഴിവുള്ള,
പ്രതികാരം നടത്തുന്ന, ന്യായം വിധിക്കുന്ന, ന്യായവിധി നടത്തുന്ന ദൈവത്തെ മുൻകണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അത് പ്രാർത്ഥിച്ച് പല കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ് സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. മധ്യഭാഗത്തേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ വായിച്ച വേദഭാഗങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. തനിക്ക് ലഭ്യമായ ദൈവികമായ നന്മകളും ദൈവികമായ വിടുതലുകളും താൻ അവിടെ പറയുകയാണ്. 17-ാമത്തെ വാക്യം വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? മരണത്തിന്മേൽ തനിക്ക് ജയം പ്രാപിപ്പാനിടയായി തീർന്നു. അതുകൊണ്ടാണ് പറയുന്നത് 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് യഹോവ സഹായമായതുകൊണ്ട് എന്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യാതെ എന്റെ പ്രാണൻ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ശരീരം വിട്ട് ഇന്ന് പോകുന്നവരായ ആളുകൾ ആരാധനയ്ക്ക് വേണ്ടിയല്ല ഇപ്പോൾ പോകുന്നത്. അവർ സ്വർഗീയ പർദീസയിൽ വിശ്രമത്തിന് വേണ്ടി പോകുകയാണെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അവർ വിശ്രമത്തിന് വേണ്ടിയാണ് പോകുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ തുടർന്ന് അവരുടെ ശരീരം രൂപാന്തരം പ്രാപിച്ച് അവർ ഉയർത്തെഴുന്നേറ്റ് പൗലോസ് പറയുന്നു, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. അവിടെ മുതലാണ് ഒരു നിത്യ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ശരീരം വിട്ടു പോകുന്ന മുഴുവൻ വിശുദ്ധന്മാരും വിശ്രമത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യം എന്നാണ്, എന്റെ പ്രാണൻ മൗനതയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം മരണത്തിലേക്ക് പോകുമായിരുന്നേനെ. പക്ഷെ എന്റെ ശരീരം മരണത്തിലേക്ക് പോകാതെ മരണത്തിൽ നിന്ന് എന്നെ പിടിച്ചു നിർത്തിയത് എന്താണെന്ന് അറിയാമോ? എന്താണ്? ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സഹായമാണ്. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം എനിക്ക് സഹായകനായിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് എന്റെ ശരീരം മരണത്തിലേക്ക് പോകാതെ ഇന്ന് ഞാൻ നിലനിൽക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ ദൈവമക്കളെ, ശരീരം വിട്ടു പോകുന്ന ആത്മാക്കൾ വിശ്രമ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവർ മൗനതയിലേക്ക് പോകുമ്പോൾ അവരൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളൊരാശയമല്ല അവിടെ കാണാനായിട്ട് കഴിയുന്നത്. പിന്നെയോ അവർ ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗീയ ആരാധനയുടെ ഒരു തലങ്ങളിലേക്ക് ഇപ്പോൾ മാറ്റപ്പെട്ടിട്ടില്ല. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് മാറ്റപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ശരീരം വിട്ട് ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ വേദപുസ്തകത്തിലെ പൊതുവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവർ അറിയുന്നുണ്ട്. എത്ര പേര് മനസ്സിലാക്കുന്നു? അത് ഭൂമിയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ ശരീരം വിട്ടുപോയ ആത്മാക്കൾ സ്വർഗത്തിൽ വെച്ചറിയുന്നുണ്ട്. അതിന് 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ ഉദാഹരണം ധനവാൻ ലാസർ. ആ ചരിത്ര സംഭവം യേശു പറഞ്ഞതാണ്. എന്നിട്ട് അവിടെ വായിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ധനവാന് ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹം സ്വർഗത്തിൽ, അദ്ദേഹം യാതനാ സ്ഥലത്ത് വെച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്. എന്താണെന്ന് അറിയാമോ? എനിക്ക് ഭൂമിയിൽ 5 സഹോദരന്മാരുണ്ടായിരുന്നു. അവരും ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് വേണ്ടി. അപ്പൊ ഇവിടെ വിട്ടു പോകുന്ന ആത്മാക്കൾക്ക് അവർക്ക് തിരിച്ചറിവുണ്ട്. അവർ ഭൂമിയിലെ കാര്യങ്ങളെ കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ചും അവർക്ക് ചിന്തയുണ്ട്. വെളിപ്പാട് പുസ്തകം വായിച്ചു പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട് 7 വർഷം നീണ്ടു നിൽക്കുന്ന മഹോദ്രവ കാലഘട്ടം. ആ മഹോദ്രവ കാലഘട്ടം അവിടെ നീണ്ടു നിൽക്കുമ്പോൾ ആദ്യത്തെ 3.5 വർഷം പൊതുവെ സമാധാനപരമായിരിക്കുന്ന അവസ്ഥ. അതിന്റെ കാരണം എതിർ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് കൊണ്ട്. 3.5 വർഷമാകുമ്പോഴാണ് എതിർ ക്രിസ്തുവിനെ വേണ്ടതുപോലെ ഞാൻ തിരിച്ചറിയുന്നത്. ആ മഹോദ്രവ കാലഘട്ടം ഭൂമിയിൽ നടക്കുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിലുള്ള വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഗം വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ദൈവമേ, നീ എന്തുകൊണ്ടാണ് ഭൂമിയിൽ ന്യായവിധി നടത്താൻ താമസിക്കുന്നത്? നീ ഭൂമിയിൽ ന്യായവിധി നടത്താൻ നീ താമസിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് സ്വർഗത്തിലുള്ള വിശുദ്ധന്മാർ ദൈവത്തോട് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോകുന്ന വിശുദ്ധന്മാർ അവർ സ്വർഗീയ പർദീസയിലേക്കാണ് മാറ്റപ്പെടുന്നതെങ്കിലോ, മറ്റൊരു ഭാഗത്ത് പാതാളത്തിൽ
യാതന സ്ഥലത്തേക്കാണ് മാറ്റപ്പെടുന്നതെങ്കിലും രണ്ട് സ്ഥലത്തും അധിവസിക്കുന്ന ആത്മാക്കൾക്ക് ഭൂമിയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു കാലം പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇനി സ്വർഗത്തിൽ വസിക്കുന്ന വിശുദ്ധന്മാർ അത് നന്നായി മനസ്സിലാക്കുന്നു എന്ന് വേദപുസ്തക ചിന്തകളുടെ അടിസ്ഥാനത്തിൽ പാട്ടുകാരൻ മനസ്സിലാക്കിയിട്ടാണ് ദേവസുര സന്തതികളെ എന്നുള്ളൊരു പാട്ടിൽ പ്രത്യാശയുടെ ഒരു ഭാഗം പറയുന്നുണ്ട്. അക്കരെ നാടെത്തിയ വിശുദ്ധന്മാർ, അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ, അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ട് നാമും ചേർന്നിടുവാനാം. ശ്രദ്ധിച്ചെന്നുകൾ. അപ്പൊ അവർ കാത്തു ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാമും ചെല്ലാൻ വേണ്ടി. ഭൂമിയിലെ കഷ്ടത, ഭൂമിയിലെ വേദന, ഘോര മഴ, ദുരിതങ്ങള്, ഇവിടെ വരുന്ന ആഘാതങ്ങൾ, ഇവിടെ വരുന്ന തിരിച്ചടികൾ, അവരുടെ കുടുംബാംഗങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത്, അവര് കിടന്ന് വേദന അനുഭവിക്കുന്നത്, 3 നേരവും 4 നേരവും ഈ മരുന്ന് കഴിക്കുന്നത്, ഡോക്ടറെ കാണാൻ പോയി ക്യൂ നിൽക്കുന്നത്, ഇവിടുത്തെ പ്രയാസങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങളെല്ലാം രൂപാന്തര ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചുപോയവരെ കുറിച്ചും മറന്നു കളയണമെന്ന് ഏതെങ്കിലും മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തെറ്റായിരിക്കുന്ന ചിന്തയാണ്. നമ്മെ വിട്ടു പോയവരെ കുറിച്ചുള്ള ഓർമ്മ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ശേഷക്രിയകൾ ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ കാരണം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ ആത്മാക്കൾ രക്ഷപ്പെട്ടു, ഇവിടുന്ന് രക്ഷപ്പെടാതെ പോയവർ രക്ഷപ്പെടുത്തുമില്ല. മനസ്സിലായി? പക്ഷെ ഓർമ്മകൾ മരിക്കുന്നില്ല, ഓർമ്മകൾ മരിക്കുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് എല്ലാവരെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ വേണം. പക്ഷെ നിർഭാഗ്യവശാൽ സംഭവിച്ചിരിക്കുന്നത് എന്നാന്നറിയാമോ? ഇവിടുന്ന് പോയവർക്ക് ഇവിടെ ഉള്ളവരെ കുറിച്ച് നല്ല ഓർമ്മയുണ്ട്, ഇവിടെ ഉള്ളവർക്ക് പോയവരെ കുറിച്ചോ വരാൻ പോകുന്ന ഭാവിയെ കുറിച്ചോ ഓർമ്മയില്ല. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇവിടുന്ന് പോയവർക്ക് ഈ ഭൂമിയിലെ വ്യവസ്ഥകളെ കുറിച്ചും ചീഞ്ഞഴിഞ്ഞു കിടക്കുന്ന ഭൂമിയിലെ വ്യവസ്ഥകളെ കുറിച്ചും അവരുടെ ഉറ്റവരും അവരുടെ ഉടയവരും അവരുടെ കൂടപ്പുറപ്പുകളും അനുഭവിക്കുന്ന വേദനകളെ കുറിച്ചും ഇവിടുന്ന് പോയ മുഴുവൻ ആത്മാക്കൾക്കും നല്ല ചിന്തയുണ്ട്. പക്ഷെ ഇവിടെ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാര് ഇവിടുന്ന് പോയവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ആ സൗഭാഗ്യകരമായ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ദർശനവും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. സ്തോത്രം. അപ്പൊ ഈ ചിന്ത ഏറ്റെടുത്തുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, അക്കരെ നാടെത്തിയ വിശുദ്ധന്മാർ പാത്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയ? ഓരോ ദിവസവും കാത്തുകൊണ്ടിരിക്കുന്നത് അറിയാമോ? വീട് വിട്ട നമ്മുടെ ഉറ്റവരും ഉടയവരും എപ്പോൾ വീട്ടിലേക്ക് വരുന്നു? നമ്മുടെ ജോലിക്ക് പോയവര്, പഠിക്കാൻ പോയവര് ഇന്ന ദിവസം വരുമല്ലോ. സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ ഉത്ഥാനത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വരുമെന്ന് ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കുമെന്ന്, അങ്ങനെ സ്വർഗസീവനിലായിരിക്കുന്ന സ്വർഗീയ പർദീസയിലായിരിക്കുന്ന മുഴുവൻ വിശുദ്ധന്മാർക്കും ദർശനമുണ്ട്. അതുകൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ കൂടെ അങ്ങോട്ട് ചേർക്കപ്പെടാൻ വേണ്ടി അവർ കാത്തുകൊണ്ടിരിക്കുകയാണ്. എന്നില്ല, ആനന്ദക്കരം നീട്ടി, ആനന്ദക്കരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂങ്ങി എന്ന് പറഞ്ഞാൽ എത്രമാത്രം പുഞ്ചിരിക്കാൻ പറ്റുമോ? നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും ദീർഘനാള് കാണാതെ കണ്ട് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷത്തിന്റെ പരിധി എങ്ങനെയാ? അതിന്റെ അളവൊന്നും വേറെ ആർക്കും നിശ്ചയിക്കാൻ പറ്റത്തില്ല. ആ സ്നേഹബന്ധം പോലെ ഇരിക്കും. മനസ്സിലായോ? ഇപ്പൊ ഞാനും എന്റെ മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം നാട്ടുകാരാണോ നിശ്ചയിക്കുന്നത്? അത് ഞാനും എന്റെ മക്കളും തമ്മിലുള്ളതാണ്, ഞാനും എന്റെ കുടുംബാംഗങ്ങളും തമ്മില്. അത് തവക്കാരോ വീട്ടുകാരോ നാട്ടുകാരല്ല തീരുമാനിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ ഉച്ചവരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നതിന് അതിന്റെ അളവ് പോലും മാനദണ്ഡവും മറ്റാരുമല്ല നിശ്ചയിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഇതുപോലെ നമ്മുടെ ഉച്ചവരും നമ്മുടെ ഉടയപ്പവരോ ഭർത്താവോ ഭാര്യയോ മക്കളോ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ചേട്ടനോ ചേച്ചിയോ ആരാണോ ഇവിടെ പെട്ട് സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ടു പോയത് അവര് സ്തോത്രം നാം ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എത്ര
എത്രമാത്രം സന്തോഷിക്കാൻ പറ്റുമോ അത്രമാത്രം സന്തോഷിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ കാര്യങ്ങൾ വെച്ച് അവർ നമ്മെ സ്വീകരിപ്പാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ഈ പുനരാഗമന ചിന്തകൾ എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ വേർതിരിച്ചതാണ് വേണ്ടിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ചിന്ത പറയും അവിടെ എത്തുപോയി എപ്പോഴും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്നെ കുഴപ്പം? നീ കേൾക്കണ്ട, നീ കേൾക്കണ്ട. എപ്പ ചെന്നാലും അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കുക. നീ കേൾക്കണ്ട. ഞാൻ പറയാറുള്ളത് നീ കേൾക്കണ്ട. അവര് നമ്മൾ അത്രയും ആഴമായ ബന്ധമാണതേ. അത് നാട്ടുകാർക്ക് മനസ്സിലാവോ? നാട്ടുകാർക്ക് മനസ്സിലാവോ? വഴി നടക്കുന്നവന് മനസ്സിലാകുമോ? ഈ സ്നേഹബന്ധത്തിന്റെ ആഴം എന്നാണ് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ. അത് മറ്റാരും അതിനകത്ത് കയറി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബന്ധുക്കൂസിൽ വന്നു പറഞ്ഞാൽ നമ്മൾ ആരും അടിക്കുകയുണ്ട്. വിശ്വാസമുണ്ട്, ഭീഷണിയുണ്ട്, സഭയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നു, ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടു. വിശ്വാസി ഭാഷയെ അടിക്കുകയല്ല, ഭാഷ വിശ്വാസിക്ക് അടിക്കുകയില്ല. പറഞ്ഞ വിശ്വാസികൾ പരസ്പരം ആരുടെ അടിമകളല്ല. നാം നമ്മിൽ സ്വതന്ത്രരാണ്. നമുക്ക് നമ്മുടേതൊരു വ്യക്തിത്വമുണ്ട്. നമ്മുടെ വ്യക്തിത്വം ഒരിക്കലും ഒരാളുടെ മുമ്പിൽ നമ്മൾ അടിയറ വയ്ക്കരുത്. നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ഉന്നതമായ ആദർശത്തിന് വേണ്ടി നിന്നാലും ഒന്നോ രണ്ടോ തോൽവി വരും. തോൽവിയൊന്നും ജീവിതത്തിന്റെ സ്വാഭാവികമാണ്. അത് സ്വാഭാവികമാണ്. ഇപ്പൊ എൽഡിഎഫ് തോറ്റു. എൽഡിഎഫ് ലോകാവസാനം വരെ എൽഡിഎഫ് തോറ്റോണ്ടാണോ ജയിക്കുന്നത്? അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ അന്നേരം അറിയാം വിവരം എന്നാന്നുള്ള കാര്യം. അല്ലെങ്കിൽ UDF തോറ്റു, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അറിയാം വിവരം അറിയാമെന്ന്. അല്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. ജയവും തോൽവിയൊക്കെ ജീവിതത്തിൽ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഒരു തോൽവി ജീവിതത്തിൽ ആത്യന്തികമല്ല, ഒരു ജയവും ആത്യന്തികമല്ല. ദൈവിക ബന്ധത്തിൽ എപ്പോഴും നിലനിന്ന് പോകാനായിട്ട് കഴിയണം. ഞാൻ പറഞ്ഞു വരുന്നതിന് കാരണം ദൈവത്തിന്റെ സ്വാതന്ത്ര്യം സ്വർഗത്തിലായിരിക്കുന്ന മുഴുവൻ വിശുദ്ധന്മാർക്കും ഭൂമിയിലുള്ളവരെ കുറിച്ചും ഭൂമിയിലെ ദുഃഖകരമായ സാഹചര്യങ്ങളെ കുറിച്ചും അവർക്ക് എപ്പോഴും വേദനയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന മുഴുവൻ വിശുദ്ധന്മാർക്കും ഇവിടെ വിട്ടുപോയ നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ചും സഭാംഗങ്ങളെ കുറിച്ചും എപ്പോഴും അവരെ കുറിച്ചും ചിന്ത ഉള്ളിലുണ്ടായിരിക്കുകയും ആ സൗഭാഗ്യകരമായ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഒരുക്കത്തോടെ ആയിരിക്കുകയും ചെയ്യണം. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. അപ്പൊ സംഗീതക്കാരൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇതാണ്: ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളും ജീവിതത്തിന്റെ വേദനകളും ജീവിതത്തിന്റെ ഭാരങ്ങളും ജീവിതത്തിന്റെ ദുഃഖങ്ങളും അപ്രതീക്ഷിതവും അവിചാരിതവുമായി എന്നെ ഭൂമിയിൽ നിന്നും മാറ്റിക്കളയാതെ ഞാൻ മൗനതയിലേക്ക് ഇറങ്ങിപ്പോകാതെ ദൈവത്തിന്റെ സഹായം എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ആ മൗനതയിൽ നിന്ന് രക്ഷപ്രാപിപ്പാനായി തീർന്നു. ദൈവമക്കളെ സംഗീതമായി ധ്യാനിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം ഇതാണ്: പരിശുദ്ധാത്മാവിന് പറയുവാനായിട്ട് കഴിയുന്നു, ദൈവത്തിന്റെ സഹായത്താൽ മരണത്തിന്റെ മേൽ ജയം പ്രാപിപ്പാനിടയായി തീരും. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ദൈവത്തിന്റെ സഹായത്താൽ മരണത്തിന്റെ മേൽ ജയം പ്രാപിപ്പാനിടയായി തീരും. 18-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 18-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നു. വായിച്ച് നിങ്ങൾ 18-ാമത്തെ വാക്യത്തിൽ എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, അപ്പൊ ആദ്യത്തെ വാക്യത്തിൽ 17-ാമത്തെ വാക്യത്തിൽ മരണത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 18-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് ശാരീരികമായ പ്രശ്നങ്ങൾ. ശാരീരികമായ പ്രശ്നങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാൽ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്, ശരീരത്തെ നിലനിർത്തുന്നതാണ്, ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കാലെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ശരീരത്തിന്റെ മേൽ ദൈവത്തിന് അധികാരമുണ്ടെന്നുള്ളൊരു കാര്യം ഓർക്കണം. അതെങ്ങനെയാണ്? ദയ കൊണ്ട് താങ്ങി. അപ്പൊ ജീവന്റെ മേൽ ദൈവത്തിന്റെ സഹായം വന്നു. രണ്ടാമത്തെ സന്ദേശത്തിൽ പറയുകയാണ് ശാരീരികമായ പ്രശ്നങ്ങൾ. ഞാൻ വീണു പോകാതെ, ഞാൻ താവടിയായി പോകാതെ, ഞാൻ എന്നും കിടപ്പിലായി പോകാതെ, ഒരു പരസഹായത്തിലേക്ക് ഞാൻ ആകാതെ എന്റെ ശരീരം കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ദയ കൊണ്ട് ദൈവം എന്നെ താങ്ങി. ഇതുപോലെ ഓർക്കുക, ദൈവത്തിന്റെ കരം നമ്മെ താങ്ങുന്ന കരമാണ്. ദൈവത്തിന്റെ കരം നമ്മെ മുമ്പോട്ട് നയിക്കുന്ന കരമാണ്. ഹല്ലേലൂയ. ഒരു പരസഹായത്തിലേക്കല്ല ദൈവത്തിന്റെ കരം നമ്മെ എത്തിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം സന്തോഷത്തിലേക്ക്, ആശ്വാസത്തിലേക്ക്, സമാധാനത്തിലേക്ക് എത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ശരീര സംബന്ധമായ മുഴുവൻ വേദനകളിലും താങ്ങുന്ന ഒരു കരമുണ്ട്. ആ കരമോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയാൻ
മൂന്നാമതായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് മനസ്സിന്റെ മേലുള്ള ദൈവത്തിന്റെ വിടുതലാണ്. ആദ്യം മരണത്തിന്റെ മേൽ, രണ്ട് ശരീരത്തിന്റെ മേൽ. മൂന്നാമത് പറയുന്നത് 19-ാമത്തെ വാക്യമാണ്. 19-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ. കണ്ടോ, ദൈവത്തിന്റെ ആശ്വാസം എന്റെ അമിതമായ വിചാരങ്ങളിലേക്ക് ഇങ്ങ് വന്നു. ഞാനങ്ങ് ഭയങ്കരമായിട്ട് വിചാരിക്കുക, എന്താ എന്റെ സാമ്പത്തിക കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യങ്ങൾ, മോന്റെ കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ, ശുശ്രൂഷാപരമായ കാര്യങ്ങളിൽ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ് എന്ന് പകൽ നിങ്ങൾ ഓർത്ത് നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഇങ്ങനെ വിചാരപ്പെട്ടിരിക്കുന്നത്? ഇല്ലേ, ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോർക്ക് എല്ലാവരെ കുറിച്ച് അല്ലെങ്കിൽ ചിലരെ കുറിച്ചുള്ള ഒത്തിരി വേദനകൾ, വിചാരപ്പെട്ട് പെട്ട് 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 ഇങ്ങനെ വിചാരിച്ച് ദൈവമേ അടുത്ത സ്റ്റെപ്പ് എന്താ, അടുത്ത മാസം എന്തായി തീരും, പിന്നെ അതിന്റെ മാസം എന്തായി തീരും, അടുത്ത വർഷം എന്തായി തീരും. വിചാരങ്ങളുടെ ബഹുത്വം, വിചാരങ്ങളുടെ ആധിക്യം, അമിതമായ വിചാരങ്ങൾ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അപ്പൊ അമിതമായ വിചാരങ്ങളൊക്കെ വന്ന് ഞാൻ വീർപ്പ് മുട്ടി, ഞാൻ അസ്വസ്ഥനായിട്ടിരുന്നപ്പോൾ സങ്കീർത്തനക്കാരന് പറയുവാനായിട്ട് കഴിയുന്നു, നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ ഒന്നങ്ങ് തണുപ്പിച്ചു. ആ തണുപ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനെങ്ങനെ വിചാരപ്പെട്ട് ഭാരപ്പെടുന്നു, എനിക്കൊരു ദൈവം ഉണ്ടല്ലോ. ഞാൻ ഒത്തിരി വിചാരപ്പെട്ട് എന്തിനെങ്ങനെ കൂട്ടുന്നത്? എന്നെ വിളിച്ചത് ആരാ? ദൈവമല്ലേ. എന്നെ വേർതിരിച്ചത് ദൈവമല്ല. ഞാൻ വെള്ളത്തിലിറങ്ങി മാമോദിസ സ്വീകരിച്ചത് ആരോട് ചേരാൻ വേണ്ടിയാ? എന്റെ കർത്താവിനോട് ചേരാൻ വേണ്ടിയല്ലേ. ഈ ശബ്ദം വിട്ടുകൊടുത്തത് ദൈവത്തിന് വേണ്ടി, ഈ ആരോഗ്യം വിട്ടുകൊടുത്തത് ദൈവത്തിന് വേണ്ടി, എനിക്ക് ലഭിച്ച ധനത്തിന്റെ ഒരു വിഹിതം വിട്ടുകൊടുത്തത് ദൈവത്തിന്, കഴിവ് വിട്ടുകൊടുത്തത് ദൈവത്തിന്. ഇല്ല, ദൈവം എന്നെ പെരുവഴി ആധാരമാക്കത്തില്ല, ദൈവം എന്നെ വഴി ആധാരമാക്കത്തില്ല എന്നുള്ള ദൈവത്തിന്റെ ആശ്വാസം. ആരല്ലോ നിന്നെ കൈവിട്ടാലോ ഞാൻ നിന്നെ കൈവിടുന്നില്ല എന്നുള്ള ദൈവത്തിന്റെ ആശ്വാസം എന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ എനിക്ക് ആകെ ഒരു കുളിർമയായി. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്താൽ നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ എന്ത് ചെയ്തു? അപ്പൊ തണുപ്പിക്കപ്പെടാൻ കാരണം എന്താണെന്നറിയാമോ? വിചാരം കൂടി ഇപ്പൊ ആളുകൾ പറഞ്ഞതുപോലെ നെഞ്ചത്ത് പഞ്ഞി വെച്ചാൽ കത്തും. മനസ്സിലായോ? ചിന്ത കൂടി ഇപ്പൊ നെഞ്ചത്ത് പഞ്ഞി വെച്ചാൽ കത്തുന്ന രീതിയിൽ ആള് എത്തിയിരിക്കുകയാണ്. ഒത്തിരി സമ്മർദ്ദമാണ് അകത്ത് കിടന്നു വരുന്നത്. അത് ശരിയല്ല. മനുഷ്യമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാലോ, നമ്മുടെ നാട്ടിലെ കോടീശ്വരന്മാരും വല്ലല്ലോ, പ്രമുഖന്മാരും വല്ലവരും, എന്തെല്ലാം പരിമിതികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്തെല്ലാം പരിമിതികൾ വന്നിരിക്കുന്ന മുഴുവൻ ദൈവമക്കൾ, ഒത്തിരി പരിമിതികൾ. എന്നാൽ സങ്കീർത്തനക്കാരന് പറയുവാനായിട്ട് കഴിയുന്നുണ്ട്, തണുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒത്തിരി വിചാരങ്ങളാണ് നിങ്ങൾ ഭാരപ്പെടുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരും വന്നില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന മുറിയിലേക്ക് വരുന്ന ഒരു പ്രഭാവമുണ്ട്. ഈ ആരാധനാലയത്തിൽ നിങ്ങൾ എത്ര പേര് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു? ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു? നിങ്ങളെ അലട്ടുന്ന പ്രയാസങ്ങളുടെ മധ്യത്തിൽ എത്ര പേര് ദൈവത്തിന്റെ കരവിശ്വാസത്താൽ കാണുന്നു? കർത്താവേ, ഞാനത് ആത്മാവിൽ കാണുന്നു. അങ്ങനെ വഴി ആധാരമാക്കുന്നില്ല. അങ്ങയുടെ ദൂരന്റെ മേലുണ്ട്, അങ്ങയുടെ ആലോചന എന്റെ മേലുണ്ട്, അങ്ങയുടെ ശബ്ദം എനിക്ക് അനുകൂലമാണ്. അങ്ങനോട് കൂടെ ഉണ്ടെന്ന് എത്ര പേർക്ക് ആഗ്രഹങ്ങൾ കൊണ്ട് ഏറ്റുപറയുവാനായിട്ട് കഴിയും. ഇന്നിന്റെ ആരാധന നിങ്ങൾക്കൊരു തണുപ്പായി തീരട്ടെ, ഈ ദൂതൻ തണുപ്പായി തീരട്ടെ, ഈ ശുശ്രൂഷ ഒരു ആത്മീയ ഉത്തേജനമായി തീരട്ടെ, നീറുന്ന അനുഭവങ്ങൾക്ക് ഒരു ആശ്വാസമായി തീരട്ടെ. ഈ ആരാധനാലയത്തിൽ വന്ന് കാര്യം വെറുതെ പോകരുത്. എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ വേഗത്താൽ ദൈവമേ നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാനായിട്ട് കഴിയണം, ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ തണുപ്പെനിക്ക് അനുഭവിക്കാനായിട്ട്. അതുകൊണ്ട് ആ മരണത്തിന്റെ പേരും ശരീരത്തിന്റെ പേരും മനസ്സിന്റെ പേരും വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു, മരണത്തിന്റെ പേരും ശരീരത്തിന്റെ പേരും മനസ്സിന്റെ പേരുമുള്ള ദൈവിക വിടുതലുകൾ നമുക്ക് തിരിച്ചറിയാം. നമുക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെല്ലാം